This is the end of an era. ഇതൊരു യുഗാന്ത്യമാണ്. കിവീസ് ക്രിക്കറ്റിന്റെ സുവർണ യുഗത്തിന്റെ അവസാനത്തെ കൊഴിഞ്ഞു വീഴലുകളുടെ കാലമെന്ന് നമുക്ക് ഈ കാലഘട്ടത്തിനെ വിശേഷിപ്പിക്കാം. കാരണം കഴിഞ്ഞ 6 വേൾഡ് കപ്പുകളിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകളും മുന്നേറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള കിവീസ് നാഷണൽ ക്രിക്കറ്റ് ടീം ഇത്തവണ ഗ്രൂപ്പ് ഘട്ടം പോലും താണ്ടാൻ കഴിയാതെ കൊഴിഞ്ഞു വീഴുന്ന കാഴ്ച കണ്ട് ക്രിക്കറ്റ് പ്രേമികൾ അമ്പരന്ന് മൂക്കത്ത് വിരൽ വെക്കുന്നതല്ല, ശരിക്കും സങ്കടപ്പെട്ട് തേങ്ങുകയായിരിക്കും എന്ന് പറയാം. വില്ലിച്ചായന് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു, ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം കൈക്കലാക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് നേരിട്ട് പറയാനുള്ളത്. നിർഭാഗ്യം കൊണ്ട് കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ട അവസരങ്ങൾ നിരവധിയാണ്. ഒരു ഏകദിന വേൾഡ് കപ്പ് കിരീടം കൂടി ന്യൂസിലാൻഡിന്റെ അക്കൗണ്ടിൽ ഇരിക്കേണ്ടതായിരുന്നു. നമ്മുടെ കുമാർ ധർമ്മസേന എന്ന അമ്പയറുടെ മണ്ടൻ തീരുമാനങ്ങളും പിന്നീട് ബൗണ്ടറി നോക്കി വേൾഡ് കപ്പ് വിജയെ തീരുമാനിക്കാനുള്ള ആ ഒരു നിർണായക ഡിസിഷനുമെല്ലാം കിവീസ് ക്രിക്കറ്റിനെ പിടിച്ച് അകറ്റിയത് ചരിത്ര നേട്ടങ്ങളിൽ നിന്ന് തന്നെയാണ്. കഴിഞ്ഞ 6 വേൾഡ് കപ്പുകളിൽ ODIയിലായാലും T20യിലായാലും സെമി ഫൈനൽ അല്ലെങ്കിൽ ഫൈനലിൽ എത്തിയ ടീമാണ് കിവീസ്. ആ കിവീസ് ഇന്ന് സൂപ്പർ 8ലേക്ക് പോലും കടക്കാൻ കഴിയാതെ അമേരിക്കയിൽ നടന്ന വേൾഡ് കപ്പിൽ നിന്നും പരാജിതരായി പടിയിറങ്ങുമ്പോൾ ലോക ക്രിക്കറ്റിൻ്റെ നഷ്ടം കൂടിയായിരിക്കും അത്. കഴിഞ്ഞ 8 വേൾഡ് കപ്പുകളിൽ ഒന്നിൽ പോലും അവർക്ക് കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കടം നൽകുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ 3 തവണ അവർക്ക് ഫൈനലിൽ എത്താൻ കഴിഞ്ഞ്, പക്ഷേ അവർക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് അവർക്ക് എടുത്തു പറയാനുള്ളത്. 1987 ശേഷം ആദ്യമായിട്ടാണ് കിവീസ് ടീം വേൾഡ് കപ്പുകളിൽ നിന്നും ഗ്രൂപ്പ് ഘട്ടം താണ്ടാതെ പുറത്താവുന്നത്. ആക്ച്വലി ദിസ് ഈസ് ദ എൻഡ് ഓഫ് ആൻ ഇറ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. 1987 ശേഷം ആദ്യമായിട്ട് ഗ്രൂപ്പ് ഘട്ടം താണ്ടാൻ കഴിയാതെ കിവീസ് കാലിടറി വീഴുമ്പം ശരിക്കും വില്യംസനെ പോലെയുള്ള ഒരുപറ്റം താരങ്ങളുടെ അവസാനത്തെ വേൾഡ് കപ്പ് മൊത്തത്തിൽ സങ്കടം തന്നെടേ.